ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന റെസിപ്പി കിണ്ണത്തപ്പം മലബാർക്കാരുടെയും പൊന്നാനിക്കാരുടെയും രുചിയിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് ആ ജാറിലേക്ക് നമുക്കൊരു അരമുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 30ഓളം ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് ഒതുക്കിയെടുത്ത് മാറ്റി വെക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്കൊരു അരമുറി തേങ്ങ ചിരവിയത് വേറെ എടുത്ത് നമുക്കൊന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിൽ തേങ്ങാപ്പാൽ പിഴിയാനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു അരിപ്പയിലൂടെ ഒഴിച്ച് ആ തേങ്ങാപ്പാൽ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിൽ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. നമ്മൾ അരച്ചെടുത്ത നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കട്ട കെട്ടാതെ നമുക്കൊരു കയ്യിൽ വെച്ച് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 2 സെക്കൻഡ് നേരം നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ തേങ്ങ ഒതുക്കിയത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും ഒതുക്കിയതൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 കിലോ ശർക്കര ഉരുക്കിയെടുത്തതാണിത്. ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി നന്നായി ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പിടിക്കുന്ന വിധത്തിൽ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ വളരെ രുചികരമായിരിക്കും നമ്മുടെ ഈ പലഹാരത്തിന്. അതിന് വേണ്ടിയാണ് ഈ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച് ആ പാനിലേക്ക് കുറച്ചൊന്ന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തേങ്ങ ഉണങ്ങിയതാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞെടുത്ത് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കി ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ ഈ കലക്കി വെച്ച നമ്മുടെ ഈ മാവിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൊത്തും നെയ്യും കൂടി ഇളക്കി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കൊരു കിണ്ണമെടുത്ത് ആ കിണ്ണത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഈ മാവിൽ നിന്നും ഓരോ തവി എടുത്ത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഞാൻ ഇതിലേക്ക് ഒരു 6 തവിയാണ് ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. 6 തവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളവും വെച്ച് നന്നായി തിളച്ചതിന് ശേഷം ഒരു അരിപ്പാത്തട്ട് വെച്ച് കൊടുക്കാം. അരിപ്പാത്തട്ട് ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതേക്ക് നമുക്കൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ പ്ലേറ്റിലുള്ള മാവും കൂടി അതുപോലെ അതിൻ്റെ മീതേക്ക് വെച്ച് നമുക്ക് ഈ ഇഡ്ഡലി തട്ട് അടച്ച് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് കുക്ക് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഇഡ്ഡലി തട്ട് തുറന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഈ കിണ്ണത്തപ്പം വെന്തതായിട്ട് കാണാം. നമുക്കത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് കുത്തി കൊടുക്കാം. എൻ്റെ കിണ്ണത്തപ്പം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കിയതിന് ശേഷം ഇത് ഇറക്കി വെക്കുകയാണ്. ചൂടാറിയിട്ട് നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത കിണ്ണത്തപ്പം റെഡിയാക്കാം. ഞാനിവിടെ ഒരു കുഴിയുള്ള പാനാണ് എടുത്തിരിക്കുന്നത്. ആ പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചു കൊണ്ടിരിക്കാം. എന്തായാലും ഇത് ഒന്ന് റെഡിയാവാൻ 1 മണിക്കൂർ എടുക്കും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കടലപ്പരിപ്പ് ഇതിലേക്ക് 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഇതിലേക്കിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം.
ഞാനിവിടെ കടലപ്പരിപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിവിടെ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ രുചികരമാണ് തേങ്ങാക്കൊത്തൊന്നും ചേർത്ത് കൊടുത്താൽ. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇടയിലേക്ക് നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ച് നമുക്ക് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫാക്കി വെക്കാം. വളരെ രുചികരമായ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വളരെ ക്ഷമ കൂടി ആവശ്യമാണ്. ഒരു 1-1.5 മണിക്കൂർ എടുക്കും ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ. എന്നാൽ ഇത് വളരെ ടേസ്റ്റും കൂടി ഉള്ളതാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ 2-3 സെക്കൻഡ് കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫാക്കി ചൂടാറാൻ മാറ്റി വെക്കുകയാണ്. കണ്ടോ, ഞാനിവിടെ ഒരു 2 മിനിറ്റിന് ശേഷം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഇനി ഞാനിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് തടവി കൊടുക്കാം. ഇങ്ങനെ തടവിയതിന് ശേഷം നമ്മുടെ ഈ കിണ്ണത്തപ്പത്തിൻ്റെ മാവ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ തവി വെച്ച് തന്നെ എല്ലാ ഭാഗത്തേക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാ മാവും ഇതിലേക്കിട്ട് ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കുകയാണ്. കണ്ടോ, കിണ്ണത്തപ്പം ഇവിടെ വളരെ സെറ്റായി വന്നിട്ടുണ്ട്. ചെറു ചൂടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടാറി ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. വളരെ രുചികരമായ ഒരു കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ റിയൽ കിണ്ണത്തപ്പം. നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമ്മുടെ പഴയ കിണ്ണത്തപ്പം കൂടി നിങ്ങൾക്ക് കാണാം. കണ്ടോ, ആദ്യം ഉണ്ടാക്കിയ കിണ്ണത്തപ്പമാണിത് ഞാൻ ഈ കാണിക്കുന്നത്. കണ്ടില്ലേ, വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയ നമ്മുടെ ഈ കിണ്ണത്തപ്പവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഓക്കെ, ബൈ ബൈ.